പ്രൈസ് ദി ലോർഡ്. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പിൻ. മത്തായി 10:16. സദൃശ്യവാക്യങ്ങൾ 11:20 ഇപ്രകാരം പറയുന്നു: നിഷ്കളങ്ക മാർഗികളോ അവന് പ്രസാദം. സദൃശ്യവാക്യങ്ങൾ 28:18 ഇപ്രകാരം പറയുന്നു: നിഷ്കളങ്കനായി നടക്കുന്നവൻ രക്ഷിക്കപ്പെടും. നാം പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കണം, കുഞ്ഞുങ്ങളെ പോലെ ഹൃദയശുദ്ധിയുള്ളവരായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 10:15 ഇപ്രകാരം പറയുന്നു: ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ സ്വീകരിക്കാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിഷ്കളങ്കരായ ആളുകൾ വഞ്ചിക്കപ്പെടാനും പറ്റിക്കപ്പെടാനും ഒരുപാട് സാധ്യതകൾ ഉണ്ട്. അവർ നിഷ്കളങ്കരായതുകൊണ്ട്, ഉള്ളിലൊന്നും മറച്ചു വെക്കാതെ വെളിപ്പെടുത്തുന്നവരായതുകൊണ്ടും അവരെ മറ്റുള്ളവർക്ക് ഈസി ആയിട്ട് പറ്റിക്കാനായിട്ട് കഴിയും. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ വിവേചിച്ചറിയാനും ചതിക്കെണികളെ മനസ്സിലാക്കാനുമുള്ള ജ്ഞാനം അവർക്ക് ഉണ്ടായിരിക്കണം. പാമ്പ് വളരെ സൂക്ഷ്മതയുള്ള ഒരു ജീവിയാണ്. അതതിൻ്റെ ചുറ്റുപാടുകളെ നിരീക്ഷിച്ച് അപകടങ്ങളെയെല്ലാം അതിജീവിക്കാൻ കഴിവുള്ള ഒരു ജീവിയാണ്. 1 കൊരിന്ത്യർ 14:20 ഇപ്രകാരം പറയുന്നു: സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, തിന്മയ്ക്ക് ശിശുക്കളായിരിപ്പിൻ, ബുദ്ധിയിലോ മുതിർന്നവരായിരിപ്പിൻ. തീർച്ചയായും നമ്മൾ നിഷ്കളങ്കരായി തന്നെ ഈ ഭൂമിയിൽ ജീവിക്കണം. ഒപ്പം ജാഗ്രതയും ഉണ്ടായിരിക്കണം.